ഓക്കെ, അപ്പോ നമ്മൾ ഇതുവരെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിച്ചു. ദെൻ ബോഡി പാർട്സ് പഠിച്ചല്ലേ? ഏതൊക്കെ ബോഡി പാർട്സ് ഉണ്ടെന്ന് പഠിച്ചല്ലേ? ഓക്കെ, ലിസൺ ഹിയർ. നമുക്ക് എഴുതാനും പഠിക്കണം അല്ലേ ബോഡി പാർട്സ് അല്ലേ? പക്ഷെ നമുക്കിപ്പോ എന്താണ് വീട്ടിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാന്നല്ലാതെ അല്ലേ? അപ്പോ ഹെഡ് ഉണ്ട്. ബോഡി പാർട്സ് ഏതൊക്കെയാന്നൊന്ന് പറഞ്ഞേ. ഹെഡ് ടച്ച് ചെയ്ത എല്ലാവരും. ഹെഡ്. ഇയർ ഏതാണ്? ഇയർ ഏതാണ്? വിച്ച് യുവർ ഇയർ? ഓക്കെ, ഇയർ. ദെൻ മൗത്ത്. ഐ. നോസ് ഏതാണ്? നോസ്. ടച്ച് യുവർ നോസ്. ഓക്കെ, ഇതാണല്ലേ നോസ്, മൂക്കല്ലേ? ഓക്കെ, ദെൻ നോസ്. ദെൻ നെക്ക് അല്ലേ? നെക്ക് ഏതാണ്? കഴുത്തല്ലേ? നെക്ക്. Then stomach. Show me your stomach. Where's your stomach? Show me. Okay, stomach. Then hand അല്ലേ? Hand. Fingers. Where's your fingers? Show me your fingers. How many fingers do you have? എത്ര fingers ഉണ്ട് നമുക്ക്? എത്ര fingers ഉണ്ട്? ആരാ പറയാ? ഷഹൽ. നമുക്ക് എത്ര fingers ഉണ്ട് മോനെ? 10 അല്ലേ? 10 on your hands അല്ലേ? കയ്യില് 10 ഉണ്ട്. Then കാലിലും ഉണ്ട് അല്ലേ 10. അപ്പൊ ടോട്ടൽ എത്രയുണ്ട്? 10 plus 10 എത്രയാ? ഉമർ ജാഫർ. വെരി ഗുഡ് ഷഹൽ. ഉമർ എന്താണ് മോനെ വായിലിടുന്നത്? അത് ഗുഡ് ഹാബിറ്റ് ആണോ ബാഡ് ഹാബിറ്റ് ആണോ? അല്ലേ? ബാഡ് ആണല്ലേ? ഡോണ്ട് ഡു ദാറ്റ്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഓക്കെ, ആദിശ്രീ പ്ലീസ് സിറ്റ് യുവർ ഓൺ സീറ്റ്. അവിടെ ഇരിക്കും മോളെ. ഓക്കെ, അപ്പോ 20 ഉണ്ടല്ലേ? 20 fingers അല്ലേ? മുഹമ്മദ് റഫാൻ. ലിസൺ. വിരലുകള് വായിലിടാൻ പാടില്ല റഫാൻ. ഇറ്റ്സ് എ ബാഡ് ഹാബിറ്റ്. ഓക്കെ, ദെൻ ഫിംഗേഴ്സ്, ഹാൻഡ്, ഫിംഗേഴ്സ്, ഫൂട്ട് അല്ലേ? Where's your foot? Which is your foot? Show me your foot. Foot ഏതാണ്? Foot means കാലിന്റെ കാൽപാദം അല്ലേ? ചെരുപ്പൊക്കെ ഇടുന്ന കാലല്ലേ? Then leg ഉണ്ട് അല്ലേ? leg എന്ന് വെച്ചാല് കാലിന്റെ മുകൾ ഭാഗം. Foot means എന്താണ് ഹൈജോ? Okay. Then head, ear, eye, nose, mouth, and your teeth. Where's your teeth? Okay. Then neck, stomach, hand, fingers, leg, foot അല്ലേ? ഇതൊക്കെയാണ് ബോഡി പാർട്സ് അല്ലേ? ഇത് നമ്മള് ഡിസ്കസ് ചെയ്തതാണ് മുമ്പേ തന്നെ അല്ലേ? അപ്പൊ ബോഡി പാർട്സും നമ്മൾ പഠിച്ചു അല്ലേ? ബോഡി പാർട്സ് പഠിച്ചു. ദെൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിച്ചു. ദെൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കീപ്പിംഗ് ക്ലീൻ പഠിച്ചു അല്ലേ? നന്നായിട്ട്. ഹെൽജോ, where are you dear? I can't see you. കേൾക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും? ഫാത്തിമ മെഹ്റിൻ കേൾക്കാം. ഹൽജോ എന്താണ് മോനെ കേൾക്കാത്തത്? ഹൽജോ ടീച്ചർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. I don't know what problem there. Then ഗുഡ് ഹാബിറ്റ്സ് നമ്മൾ പഠിച്ചു അല്ലേ? ആരാ എല്ലാ ഗുഡ് ഹാബിറ്റ്സും ഒന്ന് പറയാ? ഫാത്തിമത്ത് ലുബാബ, can you say that? ലുബാബ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോളെ. Good habits. Good habits അല്ലേ? Brush your teeth. Brush your teeth. Brush your teeth. Wash your hand. Wash your hand. Wash your hand.
Then Bath every day. bath every day. Bring our eyes. Trim our nails അല്ലേ? Then comb our hair അല്ലേ? Then wear clean clothes അല്ലേ? Wear clean clothes എന്ന് വെച്ചാൽ എന്താണ്? Wear clean clothes. നല്ല ക്ലീൻ ആയിട്ടുള്ള വസ്ത്രങ്ങള് നല്ല വസ്ത്രം ധരിക്കുക അല്ലേ? നല്ല വസ്ത്രം ധരിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഹാബിറ്റ്സ് അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാരും ഗുഡ് ഹാബിറ്റ്സ് പഠിച്ചല്ലേ? എന്തൊക്കെയാണ് ഗുഡ് ഹാബിറ്റ്സ്? ബ്രഷ് യുവർ ടീത്ത്, വാഷ് യുവർ ഹാൻഡ്സ്, ബാത്ത് എവറി ഡേ, ട്രിം അവർ nails, comb our hair and wear clean clothes. ഇതൊക്കെയാണ് നമ്മുടെ ഗുഡ് ഹാബിറ്റ്സ് അല്ലേ? ഓക്കെ. ഓക്കെ ലുബാബ, ടീച്ചർ മ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ. ദെൻ നമ്മൾ ഇതുവരെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിച്ചു, ബോഡി പാർട്സ് പഠിച്ചു, ആൻഡ് ഗുഡ് ഹാബിറ്റ്സ് അല്ലെ? കീപ്പിംഗ് ക്ലീൻ അല്ലേ? എപ്പോഴും നല്ല നീറ്റ് ആയിട്ട് ഇരിക്കണമെന്ന് പഠിച്ചല്ലേ? ഇതെല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കണം അല്ലേ? അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈ ഫാമിലി ആണ്. മൈ ഫാമിലി മീൻസ്, മൈ ഫാമിലി എന്ന് വെച്ചാൽ എന്താണ്? ആർക്കറിയാം മൈ ഫാമിലി എന്ന് വെച്ചാൽ എന്താണ്? ഇഷാനി ഷാനുവിന് അറിയാം അല്ലെ? ഇഷാനി പറഞ്ഞോളൂ മോളെ, വാട്ട് ഇസ് മൈ ഫാമിലി മീൻസ്? എന്റെ വീട്. ഓക്കെ, എന്റെ വീട് അല്ലേ? എന്റെ വീട് ഓർ എന്റെ കുടുംബം അല്ലേ? വാട്ട് ഡു യു മീൻ ബൈ കുടുംബം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? കുടുംബം മീൻസ് അച്ഛൻ, അമ്മ. എല്ലാവരും ശ്രദ്ധിക്കുക. ലിസൺ ഹിയർ. ഓക്കെ, മുഹമ്മദ് റഫാൻ ലിസൺ ഹിയർ. ഓക്കെ, അപ്പോ മൈ ഫാമിലി എന്ന് വെച്ചാല് എന്റെ ഫാദർ, മദർ, ബ്രദർ ആൻഡ് സിസ്റ്റർ ആൻഡ് ഗ്രാൻഡ് പാരന്റ്സ്. ഇത്രയും പേര് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് നമ്മൾ മൈ ഫാമിലി എന്ന് പറയല്ലേ? ഇത്ര പേരല്ല, ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടാവും അല്ലേ ഫാമിലിയില്? ഹൽജോ, വാട്ട് ആർ യു ഡൂയിങ് ദേർ? ആർ യു ക്രൈയിങ്? എന്താണ് മോനെ? ലിസൺ ഹിയർ. ഓക്കെ, അപ്പോ മൈ ഫാമിലി അല്ലേ? മൈ ഫാമിലി എന്ന് വെച്ചാൽ എന്റെ വീട് അല്ലേ? എന്റെ കുടുംബം. മൈ ഫാദർ, മൈ മദർ ആൻഡ് മൈ ബ്രദർ, സിസ്റ്റർ ആൻഡ് അവർ ഗ്രാൻഡ് പാരന്റ്സ്. പിന്നെ ഓൺ അങ്കിൾ, കസിൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ? ആന്റി ഉണ്ടാവും, അങ്കിൾ ഉണ്ടാവും, കസിൻസ് ഉണ്ടാവും. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഫാമിലി അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. ദെൻ നമ്മളിപ്പോ നമ്മുടെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ പോവാണ് അല്ലേ? എന്റെ വീട് അല്ലേ? അപ്പൊ ആരുടെയൊക്കെ വീടുകളില് ബ്രദർ ഉണ്ട്, സിസ്റ്റർ ഉണ്ട്, ബേബി ഉണ്ട് എന്നൊക്കെ ടീച്ചർ ഇപ്പൊ ചോദിക്കാൻ പോവാണ്. എത്ര പേരുണ്ട് എല്ലാവരുടെയും വീടുകളിൽ നിന്ന് അല്ലേ? ആദ്യം ആരാണ് പറയാൻ പോകുന്നത് നോക്കട്ടെ. ആദ്യം നമുക്ക് ഉമറിനോട് ചോദിക്കാം അല്ലെ? ഉമർ, ഉമർ അൺമ്യൂട്ട് ചെയ്യും മോനെ. ഓക്കെ, ഉമർ ആയില്ല മോനെ, ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. ഉമറിന്റെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? ഹൗ മെനി മെമ്പേഴ്സ് ഇൻ യുവർ ഫാമിലി? ഐ കാൻ ഹിയർ യു. കേൾക്കാൻ പറ്റുന്നില്ലല്ലോ മോനെ. മോൻ അൺമ്യൂട്ട് ആണ്, ഒന്നുകൂടി മോൻ മ്യൂട്ട് ആണ്, ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്ത് മോനെ. ഉമർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ, പറഞ്ഞോളൂ. ഉമർ സൂമിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ജോയിൻ വിത്ത് ഓഡിയോ ചെയ്തില്ലേ മോനെ? അതുകൊണ്ടാണോ കേൾക്കാൻ പറ്റാത്തത്? ടീച്ചർക്ക് കേൾക്കാൻ പറ്റുന്നില്ല ഡിയർ. ഒന്നുകൂടെ മോൻ ലെഫ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ജോയിൻ വിത്ത് ഓഡിയോ അടിച്ച് എൻ്റർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഓക്കെ, ഇപ്പോഴും കേൾക്കാൻ പറ്റുന്നില്ല. ദെൻ ആരാ പറയാ? മുഹമ്മദ്, നോ, മുഹമ്മദ് റഫാൻ. ഓക്കെ, ലിസൺ ഹിയർ. റഫാൻ,
അൺമ്യൂട്ട്. ഒന്ന് അൺമ്യൂട്ട് ചെയ്യും മോനെ. How many members in your family? ഉമറിന്റെ വീട്ടിൽ എത്ര പേരുണ്ട്? ഉമർ 5 അല്ലേ? ആരൊക്കെയാണത്? ഓക്കെ റഫാൻ പറഞ്ഞോളൂ. റഫാൻ എത്ര പേരുണ്ട്? 5 അല്ലേ? ആരൊക്കെയാണ്? ഫാദർ, മദർ, then grandmother, brother, പിന്നെ ഉമർ, പിന്നെ റഫാനും അല്ലേ? ഓക്കെ. ഫാദർ ഉണ്ട്, പിന്നെ റഫാൻ അല്ലേ? ആരാണ് റഫാൻ? Who is റഫാൻ? റഫാൻ ആരാണ്? ഞാനാണല്ലേ. അപ്പോ ഫാദർ, മദർ, ബ്രദർ ആൻഡ് ഗ്രാൻഡ് മദർ ആൻഡ് മീ അല്ലേ? ഫാദർ ഉണ്ട്, മദർ ഉണ്ട്, ഗ്രാൻഡ് പാരന്റ് ഉണ്ട്, then ബ്രദർ ഉണ്ട്, then മീ റഫാനും ഉണ്ട് അല്ലേ? then ഫാത്തിമ മെഹ്റിൻ. അൺമ്യൂട്ട് ചെയ്തേ ഫാത്തിമ. Father, brother, mother, and then grandmother, grandfather, me. അതല്ലേ? ഇത്രയും പേരാണുള്ളത് അല്ലേ? ഫാദർ ഉണ്ട്, മദർ ഉണ്ട്. ഓക്കെ ഫാത്തിമ. ഫാദർ, മദർ ആൻഡ് ഗ്രാൻഡ് മദർ ഇവരൊക്കെ ഉണ്ടല്ലേ? അപ്പൊ എല്ലാവരുടെയും ഫാമിലിയില് കുറെ മെമ്പേഴ്സ് ഉണ്ട് അല്ലേ? ഏബൽ ജിയോ എന്ന് പറഞ്ഞേ മോനെ. ഹൗ മെനി മെമ്പേഴ്സ് ഇൻ യുവർ ഫാമിലി ആൻഡ് ഹു ആർ ദേ? ഓക്കെ പറഞ്ഞോളൂ ഏബൽ. എത്ര പേരുണ്ട് വീട്ടില്? ഹൗ മെനി മെമ്പേഴ്സ്? ഏബൽ. ഒന്നുകൂടെ പറഞ്ഞ മോനെ. ടീച്ചർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. റേഞ്ച് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത്ര പേരുണ്ടല്ലേ? ഓക്കെ വെരി ഗുഡ്. അങ്ങനെ എല്ലാവരുടെയും ഫാമിലിയില് കുറെ മെമ്പേഴ്സ് ഉണ്ടല്ലേ? ലിസൺ. അപ്പൊ നമ്മളിവിടെ ഒരു കുട്ടീന്റെ ഫാമിലി മെമ്പേഴ്സിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത് അല്ലേ? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്നു വെച്ചേ. എല്ലാവരും മൈ ഫാമിലി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒന്ന് എടുത്തേ. പേജ് നമ്പർ 67. മൈ ഫാമിലി. എടുത്തോ എല്ലാവരും? അവിടെ കണ്ടോ? ഒരു ഗേളിന്റെ പിക്ചർ ഉണ്ടല്ലേ? ഒരു നല്ല ഗേളിന്റെ പിക്ചർ കാണുന്നുണ്ട്. നന്നായിട്ട് ചിരിച്ചിരിക്കുന്ന ഒരു ഗേൾ അല്ലേ? ഹിസ് നെയിം ഈസ് നിക്കി. ഓക്കെ. ഷീ സേസ് ദാറ്റ് ഐ ആം നിക്കി. അവള് പറയാണ് എന്റെ പേര് നിക്കി എന്നാണ് അല്ലേ? അപ്പോ നമ്മളാണെങ്കിൽ പറയും, ഫാത്തിമ മെഹ്റിൻ ആണെങ്കിൽ പറയും ഐ ആം ഫാത്തിമ മെഹ്റിൻ. ആദിശ്രീ ആണെങ്കിൽ പറയും ഐ ആം ആദിശ്രീ. ഏബൽ ജിയോ പറയും ഐ ആം ഏബൽ ജിയോ. ഷിഫാന ആണെങ്കിൽ ഐ ആം ഷിഫാന. ഇഷാനി ആണെങ്കിൽ ഐ എം ഇഷാനി. then I am Nitasha, I am Lubaba, I am Muhammad Rafan, I am Umar Jafar and Muhammad Shahal, I am Halijo Felix. ഇങ്ങനെയൊക്കെ പറയല്ലേ എല്ലാവരും? അതുപോലെ she says that I am Nikki അല്ലേ? ഞാൻ നിക്കി ആണ് എന്ന് പറയാണല്ലേ? അവരുടെ
ഫാമിലി മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് നമുക്ക്. അപ്പൊ ഫസ്റ്റ് പറയാണ് ഐ ആം നിക്കി, ഞാൻ നിക്കി ആണ് എന്ന് പറഞ്ഞു അല്ലേ. ദെൻ ഐ ലവ് മൈ ഫാമിലി, ഐ ലവ് മൈ ഫാമിലി. ലവ് എന്ന് വെച്ചാൽ എന്താണ്? ഐ ലവ് മൈ ഫാമിലി എന്ന് വെച്ചാൽ എന്താണ്? ആർക്കറിയാം? ലവ് എന്ന് വെച്ചാൽ എന്താണ്? എവറിബഡി ലവ്സ് യുവർ ഫാമിലി. ആ, ഉമർ ജാഫർ പറയുന്നുണ്ട് അല്ലേ. ഐ ലവ് മൈ ഫാമിലി എന്ന് വെച്ചാൽ എന്താണ് ഉമർ ജാഫർ? ഐ ലവ് മൈ ഫാമിലി എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോഴും ടീച്ചർക്ക് കേൾക്കാൻ പറ്റുന്നില്ല മോനെ. മോൻ അവിടെ കണക്ഷൻ എന്തോ പ്രോബ്ലം ഉണ്ട്. ഓക്കെ. ദെൻ ആരാ പറയാ? നിറ്റാഷ പറയൂ മോളെ. ഐ ലവ് മൈ ഫാമിലി എന്ന് വെച്ചാൽ എന്താണ്? ഇഷ്ടമാണ് അല്ലേ. എനിക്ക് എന്റെ ഫാമിലിയെ ഇഷ്ടമാണ്. എവറിബഡി ലവ്സ് യുവർ ഫാമിലി. എല്ലാവർക്കും ഫാമിലി ഇഷ്ടല്ലേ? അല്ലേ? നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫാമിലി ഇഷ്ടമാണ് അല്ലേ. നമ്മുടെ പാരന്റ്സിനെ ഇഷ്ടമാണ്, നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിനെ ഇഷ്ടമാണ്, നമ്മുടെ ബ്രദർ സിസ്റ്റർ എല്ലാവരെയും നമുക്ക് ഇഷ്ടമാണ് അല്ലേ. അപ്പോ നിക്കി എന്ന് പറഞ്ഞ ഗേൾ പറയാണ് ഐ ആം നിക്കി, ഐ ലവ് മൈ ഫാമിലി അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ആദിശ്രീ ആണെങ്കിൽ എങ്ങനെ പറയും? ആദിശ്രീ ഒന്ന് പറഞ്ഞേ. ആദിശ്രീ. ഐ ആം ആദിശ്രീ. പറയൂ. അൺമ്യൂട്ട് ചെയ്യും മോളെ. ഒന്ന് മ്യൂട്ട് ആയി പോയി. ഒന്നുകൂടെ. ആ, ഓക്കെ. Okay, I am Adisri. I love my family അല്ലേ. അതുപോലെ ഓരോരുത്തരും പറയും അല്ലേ. നിറ്റാഷ ആണെങ്കിൽ പറയും I am Nitasha, I love my family. ഒന്ന് പറഞ്ഞേ നിറ്റാഷ. അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് പറഞ്ഞേ മോളെ. I am Nitasha. I love my family. Okay, I love my family അല്ലേ. I am Nitasha, I love my family അല്ലേ. Then ഹൽജോ എങ്ങനെ പറയും മോനെ? ഹൽജോ. I am Major Felix. I am Major Felix. I love my family. I am Maya. I love my family. I'm Maya. I love my family. I'm my family. Okay. I am Major Felix. I love my family അല്ലേ. അങ്ങനെ പറയല്ലേ. അപ്പോ I am Nikki, I love my family എന്ന് പറയാണ് നിക്കി. ഓക്കെ, എല്ലാവരും ഒന്ന് പറയണം. I am പേര് പറയാ. I love my family അല്ലേ. ഞാൻ എന്റെ ഫാമിലിയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാണ് അല്ലേ. Then കുറെ പിക്ചേഴ്സ് ഉണ്ട് അല്ലേ താഴെ. ഒരു ഗ്രാൻഡ് മദർ ഉണ്ട്, ഗ്രാൻഡ് ഫാദർ, മദർ, ഫാദർ. ഇത്രയും പേരുടെ പിക്ചേഴ്സ് ഉണ്ട്. കണ്ടോ എല്ലാവരും? എവ്രിബഡി എല്ലാവരും നോക്കൂ. കണ്ടു അല്ലേ. അപ്പോ ഫസ്റ്റ് ഒരു ഗ്രാൻഡ് മദറിന്റെ പിക്ചർ ഉണ്ട് അല്ലേ. അപ്പൊ നിക്കി പറയാണ് I am Nikki, I love my family. Then പറയാണ് she is my grandmother. ഗ്രാൻഡ് ഇത് എന്റെ ഗ്രാൻഡ് മദർ ആണ് എന്ന് പറയാണ് നിക്കി അല്ലേ. ഗ്രാൻഡ് മദറിന്റെ ഫോട്ടോ ഉണ്ട് അവിടെ. നിക്കി പറയാണ് she is my grandmother അല്ലേ. Then ഒരു ഫാദറിനുണ്ടല്ലേ അവിടെ, ഗ്രാൻഡ് ഫാദർ. he is my grandfather അല്ലേ. അപ്പോ നിക്കി എന്ന് പറഞ്ഞ ഗേള് അവളുടെ ഗ്രാൻഡ് മദറിനെയും ഗ്രാൻഡ് ഫാദറിനെയും ഫാമിലിയെയും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അല്ലേ. അപ്പോ എല്ലാവരും എന്ത് ചെയ്യണം? വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കുക. മെമ്പേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പഠിക്കണം അല്ലേ. ഫസ്റ്റ് നമ്മുടെ പേര് പറയാ. Then I love my family എന്നും പറയാ അല്ലേ. ഓക്കെ. ഓക്കെ, നല്ല പാട്ടാണല്ലേ. ആദിശ്രീക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ എല്ലാവരും. ഓക്കെ, വെരി ഗുഡ്.
Okay, Hejo, no problem. നമ്മുടെ ക്ലാസ് ഇപ്പൊ കഴിയും അല്ലേ? Then ആരാ പാട്ട് പാടുന്ന? ലുബാബ. Are you singing a song, Lubaba? Can you? Okay. Okay. പാടിക്കോളൂ ലുബാബ. കണ്ണാ തുമ്മി പോരാമോ, എന്നോട് ഇഷ്ടം കൂടാമോ, എന്നിൽ നിന്നിൽ പൂക്കാലം അണിയാടാമേ നിധിക്കരിഞ്ഞാലും. കണ്ണാ തുമ്മി പോരാമോ, എന്നോട് ഇഷ്ടം കൂടാമോ, എന്നിൽ നിന്നിൽ പൂക്കാലം. ഓക്കെ, നൈസ്. നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ ലുബാബയ്ക്ക് എല്ലാവരും. ഇനി ആരാ പാട്ട് പാടുന്നേ? ഫാത്തിമ മെഹ്റീൻ പാടുന്നുണ്ടല്ലേ? ഇഷാനി ടീച്ചർ കാണുന്നുണ്ട് കേട്ടോ. ഇഷാനി എപ്പോഴും പാട്ട് പാടാറുണ്ടല്ലേ? ഫാത്തിമ പാടിക്കോളൂ. How I wonder what you want. Happy about the bells I high, like a diamond in the sky. വെരി ഗുഡ്. ഇതാരാണ് മോളെ പഠിപ്പിച്ചു തന്നത്? മിസ്സാണോ? വെരി ഗുഡ്. നന്നായിട്ട് പാടിയിട്ടുണ്ട്. എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്തേ. ഏത് മിസ്സാണ് പാട്ട് പഠിപ്പിച്ചത്? സുമാ മിസ്സാണോ? അല്ല, റൈംസിന്റെ അല്ലേ? ഓക്കെ. റൈംസിന്റെ മിസ് പഠിപ്പിച്ച പാട്ടാണല്ലേ? ഓക്കെ. അപ്പോ നമ്മുടെ ക്ലാസ് ഇപ്പോ കഴിയാൻ പോവാണല്ലേ? അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ? എന്താണ് ഇഷാനി? വാട്ട്സ് ദ പ്രോബ്ലം? എന്താണ് മോളെ ഇഷാനി? പാട്ട് പാടുന്നുണ്ടോ? ഓക്കെ, എന്നാ ഇഷാനിയുടെ ഒരു പാട്ടും കൂടെ കേൾക്കാം അല്ലെ നമുക്ക്? വേഗം പാടിക്കോളൂ മോളെ ഇഷാനി. Johnny, Johnny is Papa, eating sugar, no Papa, selling gas, no Papa, open your mouth, ഓക്കെ, വെരി ഗുഡ്. ഇഷാനി നന്നായിട്ട് പാടിയല്ലേ? ഓക്കെ, നമുക്കെന്നാ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ? ഉമർ മോൻ പറയുന്നത് ഓക്കെ. ഉമറിന്റെ ഓഡിയോ കണക്ട് ചെയ്തത് ഇന്ന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ ഉമർ. അതുകൊണ്ടാണ് ടീച്ചർക്ക് ഒന്നും കേൾക്കാഞ്ഞത്. അപ്പൊ ഇന്ന് പാട്ട് പാടാത്തവരെല്ലാം അടുത്ത ക്ലാസ്സിൽ ടീച്ചർക്ക് ഒരു നല്ല പാട്ട് പാടിത്തരണം എല്ലാവരും. ഓക്കെ, ഇന്ന് പാടാത്ത ഉമറൊക്കെ നല്ലൊരു പാട്ട് പഠിച്ചിട്ട് വരണം കേട്ടോ ഉമർ. ഓക്കെ, എന്ന് സേ ബൈ ബൈ ബൈ. ഓക്കെ, ബൈ ബൈ ബൈ.